നമസ്കാരം. ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ എളിയ സേവന പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ നിന്നും തുടക്കം കുറിച്ചിട്ട് ഇന്ന് 14 ജില്ലയിലും അതുപോലെ 3 സ്റ്റേറ്റുകളിലും എളിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കൂടാതെ ഈ ഒരു സംഘടനയുടെ കീഴിൽ ഇപ്പോൾ നമ്മൾക്ക് 4 സ്ഥലങ്ങളിലായിട്ട് ഭൂമി ദാനം കിട്ടിയ വിവരം എല്ലാവരും അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾക്ക് അങ്ങാടിപ്പുറം പരിയാപുരം എന്ന സ്ഥലത്ത് നമ്മൾക്ക് 10 സെൻറ്റ് സ്ഥലം, ഒരു ചെറിയൊരു ബിൽഡിങ്ങും ഒരു റിട്ടയർഡായ ടീച്ചർ നമ്മൾക്ക് സമ്മാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. അവിടെ ഇനി ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ മതപാഠശാലയും അതുപോലെ തന്നെ സൗജന്യ ഭക്ഷണശാലയും അവിടെ തുടങ്ങാൻ പോവുകയാണ്. ആ നാട്ടിലെ പരിസര പ്രദേശത്തെ നമ്മുടെ ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ എളിയ വാളണ്ടിയേഴ്സ് തന്നെയാണ് ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുക. ഇതുപോലെ എല്ലാ ജില്ലകളിലും നമ്മൾ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും കൊടുത്ത് അത് കാട് പിടിച്ച് നായ്ക്കും നരിക്കുമില്ലാതെ പോകരുത്. ഇതുപോലെ ഒരുപാട് പേർക്ക് സഹായകരമാവും എന്ന് ബോധ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഭാരതീയ ഹിന്ദു ലീഗിനെ തരിക. ആ തരുന്ന ആളുകളും അതിൻ്റെ ഒരു ഭാഗമായി തുടരുകയും വേണം. ഇപ്പോൾ 53 മതപാഠശാലകളാണ് നമ്മുടെ ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ കീഴിൽ ഭഗവത്ഗീത ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെ അകലം കുറയ്ക്കണം. അതിന് നമ്മൾ പ്രായത്തെയാണ് മാനിക്കേണ്ടത്, ജാതിയെയല്ല കേട്ടോ. ഇനി മുതൽ നമ്മൾ ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യണം, ബഹുമാനപ്പെട്ട മോദിജിയോടൊക്കെ. എന്താ അറിയോ, നമ്മുടെ കുട്ടികളുടെ ജാതി കോളത്തിൽ ഇനി മുതൽ ഹിന്ദു എന്ന് വെച്ചാൽ മതി. മതവും ഹിന്ദു, ജാതിയും ഹിന്ദു. ഇനി നമ്പൂതിരിപ്പാടും വേണ്ട, നായരും വേണ്ട, നമ്പീശനും വേണ്ട. അങ്ങനെ ജാതിയുടെ ഒരു വാല് നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ട.